ഉച്ച ഊണിന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് മുട്ടച്ചോറ് തയ്യാറാക്കാം. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനും ഇത് തന്നെ മതിയാകും. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു സവാള പൊടിയായി കട്ട് ചെയ്തെടുത്തതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ തക്കാളിയും 3 കോഴിമുട്ടയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറും കൂടെ എടുത്തു വെക്കണം. ഇത്രയും ആയാൽ പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് വഴറ്റിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം. ഇവയും ഒന്ന് വാടിക്കഴിഞ്ഞാൽ തക്കാളി കൂടി വഴറ്റിയെടുക്കാം. ഇതൊക്കെയും വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം 1/4 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട്. മസാലകളിലേക്ക് പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 3 മുട്ടയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മസാലയിൽ കിടന്ന ചോറൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാവുന്നതാണ്. നമ്മളിന്ന് തയ്യാറാക്കി ഈ ഒരു അളവുകൾ 2 ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനുള്ളതുണ്ട്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.